ഹായ് ഫ്രണ്ട്സ്, ന്യൂ ജനറേഷൻ സ്മിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് കിട്ടുന്ന ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ബോർഡുകളും ടോൺ ബോർഡ്, ബാസ്റ്റബിൾ ബോർഡ് എന്നിവയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചെക്കിംഗ് ആംപ്ലിഫയർ നിർമ്മിക്കാനായിട്ട് നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു പഴയ മോഡൽ ഒരു DVD ആംപ്ലിഫയർ ആണിത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ DVD ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്കൊരു ആംപ്ലിഫിക്കേഷൻ കഴിഞ്ഞ് 5.1 ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന മോഡലായിരുന്നു ഇത്. ഇതിൻ്റെ പവർ കേബിളൊക്കെ കട്ട് ചെയ്ത രീതിയിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വല്ല ഉപയോഗം ഉണ്ടോ എന്ന് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. അങ്ങനെ ഉപയോഗം വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ നിലവിൽ ഇത് വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ പവർ സപ്ലൈ ഒക്കെ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇതിൻ്റെ ബോർഡുകൾ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് നമുക്ക് പുതിയ ബോർഡുകൾ, അതായത് നമ്മൾ യൂസ് ചെയ്ത പഴയ ബോർഡുകൾ കാണും, അതൊന്ന് ഇതിൽ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വലിയ ഒരു ഹെവി പവർ സപ്ലൈ യൂണിറ്റ് തന്നെ ഇതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം നല്ല രീതിയിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ വലിയ ഒരു മദർ ബോർഡ് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. മദർ ബോർഡ് ഫുള്ള് SMD കമ്പോണൻസുകൾ കൊണ്ടാണ് ഭൂരിഭാഗവും നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഹീറ്റ് സിങ്ക് കാണുന്ന ഭാഗത്താണ് ഇതിൻ്റെ IC വരുന്നത്. ബാക്കി DVD കണക്ഷൻസും കാര്യങ്ങളെല്ലാം അവർ സ്ട്രിപ്പ് വയർ ഉപയോഗിച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നിലവിൽ ഇത് വർക്ക് ആവണമെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെയാണ് നമ്മൾ DVD ഡിസ്ക് ഇട്ട് പ്ലേ ചെയ്യേണ്ടത്. നിലവിലിപ്പോൾ നമുക്ക് ഡിസ്ക് ഒക്കെ കിട്ടുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയതിൽ ഇതിൻ്റെ പവർ സപ്ലൈയും ബാക്കി കാര്യങ്ങളെല്ലാം ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് വരുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഫ്രണ്ട് പാനൽ കാണുന്നത്. നമ്മൾ പൂർണ്ണമായും ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ പൂർണ്ണമായിട്ട് നമ്മൾ ഇളക്കി മാറ്റി ചെക്ക് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ ഇതിൽ കാണുന്ന കംപ്ലീറ്റ് ബോർഡുകൾ നമ്മൾ ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പവർ സപ്ലൈയിൽ ഫുൾ കോമ്പണൻസും ഡസ്റ്റ് കയറി കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ക്യാബിൻ മാത്രമേ ഇപ്പോൾ യൂസ് ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇളക്കി മാറ്റിയ ബോർഡുകൾ ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ മെയിൻ ബോർഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള പവർ സപ്ലൈ ബോർഡിൽ നമ്മൾ പ്ലഗ് കൊടുത്തിട്ട് ഓൺ ആക്കിയിട്ട് അത് ഓഫ് ചെയ്തിട്ടാലും ഇതിൻ്റെ കപ്പാസിറ്റർ വഴി നമുക്ക് ഷോക്ക് ഏൽക്കാനായിട്ട് സാധ്യത വളരെയേറെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കപ്പാസിറ്റർ ഒന്ന് ഷോർട്ട് ചെയ്ത് അതിൻ്റെ പവർ മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ കൈകൊണ്ട് പിടിക്കുക. നിങ്ങൾക്ക് ഈ ബോർഡ് കാണുമ്പോൾ തന്നെ അറിയാം, ഏകദേശം ഡസ്റ്റ് പിടിച്ച രീതിയിലാണ് കാണുന്നത്. ഇതിൽ കമ്പോണൻസിൻ്റെ ലെഗെല്ലാം ക്ലാവ് കയറി പൊട്ടിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മദർ ബോർഡ് നോക്കുമ്പോഴും അറിയാം. നിങ്ങൾ ഈ കാണുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ മദർ ബോർഡ്. ഈ കാണുന്ന 2 IC ഇതാണ് ഇതിൻ്റെ ഓഡിയോ IC. ഈ IC ഇതിൽ കംപ്ലൈൻ്റ് ആണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയതിൽ ഒരു ഓഡിയോ ഔട്ട്പുട്ടും നമുക്ക് കിട്ടുന്നില്ല. അപ്പം ഇത് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഈ IC നോക്കിയതിലും ഇത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ബോർഡാണ് പുതുതായിട്ട് ഓഡിയോയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് TDI 7388 എന്ന് പറയുന്ന കാർ ഓഡിയോയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു 4 ചാനൽ ബോർഡാണ്. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും യൂസ്ഡ് ആയിട്ടുള്ള ബോർഡുകളും ട്രാൻസ്ഫോമറുകളുമാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നാൽ 4 ഇൻപുട്ട് നമ്മൾ കൊടുത്താൽ 4 ഔട്ട്പുട്ട് ഈ ബോർഡിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു ക്ലാരിറ്റി ഔട്ട്പുട്ടാണ് ഈ ബോർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സാധാരണയായി കാർ ഓഡിയോയ്ക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ആംപ്ലിഫയറിലാണ് ഈ ബോർഡ് യൂസ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന 12 വോൾട്ട് സിംഗിൾ സപ്ലൈയിൽ ഈ ബോർഡ് വർക്ക് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്. 12 വോൾട്ട് 6 ആംപിയർ കിട്ടുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോമറാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഒരു യൂസ്ഡ് ട്രാൻസ്ഫോമർ തന്നെയാണ്. അതിനുവേണ്ടി നമ്മളൊരു ചെറിയ രീതിയിലുള്ള റെക്ടിഫിക്കേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു 25 വോൾട്ട് ഒരു 3500 UF-ൻ്റെ കപ്പാസിറ്ററും അതുപോലെ തന്നെ ഡയോഡുകളും നമ്മൾ ഇതിൽ റെക്ടിഫിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസ്ഡ് ആയിട്ടുള്ള ഒരു USB പാനൽ കൂടി നമ്മളിതിൽ വർക്കിങ്ങിന് വേണ്ടി ചേർത്തിട്ടുണ്ട്. ഇതൊരു ഗ്രീൻ ഡിസ്പ്ലേ വരുന്ന ഒരു USB മൊഡ്യൂളാണ്. അപ്പോൾ ഈ ടെസ്റ്റിംഗ് ആംപ്ലിഫയറിൻ്റെ ബോർഡിലെല്ലാം പൂർണ്ണമായും സ്യൂട്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കണക്ഷൻ ഡീറ്റെയിൽസ് പറയുന്ന വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫുൾ വീഡിയോ കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ.